ഡെവണിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല സ്ഥലമാണോ എന്ന് ചോദിച്ച് ഇപ്പോഴും എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസും കൂടെ കാണിക്കാം. രാവിലെ തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇന്ന് പോകുന്നത് ലിൻഡൺ, ലിൻമൗത്ത്, ഇൽഫ്രാകോംബ് ഒക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ക്ലിഫ് റെയിൽവേ കാണാം. പിന്നെ അരുൺ ബ്രോന്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങള് ആളെയും കൂടി അങ്ങ് പൊക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥലത്ത് കയറാൻ പോകുക. 1890 ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ക്ലിഫ് റെയിൽവേ പ്രവർത്തിക്കുന്നത് വാട്ടർ പവർ വെച്ചിട്ടാണ്. ഈ ട്രെയിനിൽ കയറ്റി നമ്മളെ വളരെ ഉയരത്തിൽ വരെ കൊണ്ടുപോകും. മേലെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കാണാൻ. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 2 പൗണ്ടോ അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ട്രെയിനിൽ ഇറങ്ങി അവിടെ ചുമ്മാ കുറച്ച് കറങ്ങി നടന്നു. ഇവിടെയുള്ള കടകളൊക്കെ കാണാൻ ഒരു എസ്തറ്റിക് ലുക്ക് ഉണ്ട്. ഒരുപാട് ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളാണ് കൂടുതലുള്ളത് കേട്ടോ. അങ്ങനെ കുറച്ച് കടകളിലൊക്കെ കയറിയപ്പോഴാണ് നമ്മൾ അവിടുന്ന് ഈ ലിസ്സിനെ പരിചയപ്പെടുന്നത്. ലിസ്സി ഒരു സീ ആർട്ടിസ്റ്റ് ആണ്. ഈ കടൽ തീരത്ത് നിന്ന് കിട്ടുന്ന കല്ലും ശംഖും കക്കയൊക്കെ കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ ആർട്ടുകളും ചെയ്തെടുക്കുന്നത്. വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും എന്നെ ടാഗ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പേജ് ഒന്ന് എല്ലാരും കയറി നോക്കിയേക്കണേ. ലിസിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഇവിടെ അടുത്തുള്ള ബീച്ചിലേക്കാണ് കേട്ടോ. ലിസി ചെയ്ത ആ ആർട്ടിൽ ഇൻസ്പയർഡ് ആയിട്ട് ഇവിടെ ബീച്ചിൽ നിന്ന് ഞാനും കുറെ കല്ലും കക്കയൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് വെച്ചൊന്നും ചെയ്തിട്ടില്ല. ഈ ബീച്ചിൽ വന്നാലേ കയാക്കിങ്, ബോട്ടിങ്, പെഡൽ ബോർഡിങ്, ഫിഷിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും കേട്ടോ. ഫോട്ടോസ് എടുക്കാനും ഒരുപാട് നല്ല സ്പോട്ടുകൾ ഉണ്ട് അവിടെ. പിന്നെ ഇന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ച് അരുൺ ബ്രോന്റെയും ശ്രീജിത്ത് ബ്രോന്റെയും വീട്ടിലായിരുന്നു. ലാവിഷായിട്ടുള്ള ഒരു ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവര് ഞങ്ങൾക്ക് ചായയും ചക്കയപ്പവും കൂടെ ഉണ്ടാക്കി തന്നു. പിന്നെ ഞങ്ങള് ഒത്തിരി നേരം ഇരുന്ന് അങ്ങ് കഥ പറച്ചിലായിരുന്നു. അതില് ശ്രീജിത്തിന്റെ കൊറിയൻ സ്കിൻ കെയറും ജേക്കബിന്റെ തള്ളും എല്ലാം കൂടെ ആയപ്പം നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. പിന്നെ വൈകിട്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ പുറത്തു പോയി ഇൽഫ്രാകോംബ് ബീച്ചിൽ നിന്ന് കുറച്ച് വീഡിയോസും കൂടി ഒക്കെ എടുത്തു.